വ്ളോഗ്. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണവ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനായി ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന കണവ എടുക്കാം. അത് നമ്മുടെ കുക്കറിലേക്ക് ഇടുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും വീതി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് എരിവ് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് കുരുമുളക് പൊടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കി ചേരുവകൾ നോക്കാം. 3 സവാള കൊത്തി അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ അരിഞ്ഞത്. ഇനി നമുക്കൊരു കടായ അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ട്രിക്കുണ്ട്. അതിലേക്ക് ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇത് ഒരുവിധമുള്ള എല്ലാവർക്കും അറിയാം, എന്നാലും അറിഞ്ഞുകൂടാത്തവർ കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. ലേശം ഉപ്പ് നമ്മൾ ഇടാം. കാര്യം ഓൾറെഡി നമ്മൾ കാണുന്നതിൽ ഉപ്പിട്ടിട്ടുണ്ട്. ഒരംശം ഉപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സവാള കരിഞ്ഞു പോകും. നമ്മുടെ സവാള ഒരു ഗോൾഡൻ കളറാവുന്ന രീതി വരെ വഴണ്ടി വരുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ വഴണ്ടി ഒരു ഗോൾഡൻ കളറായി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം, അതായത് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. നല്ല രീതിയിൽ അത് ഇളകി കൊടുക്കുക. ആ ടൊമാറ്റോയുടെ ഒരു പച്ച സ്മെല്ല് മാറി കിട്ടുന്നത് വരെയും അത് നല്ല രീതിയിൽ വഴണ്ട് നമ്മുടെ സവാളയിലോട്ട് ചേർന്ന് വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഒന്നൊന്നായിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ആദ്യം പച്ചമുളക്, പിന്നെ അതിനുശേഷം അതൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, അങ്ങനെ ഇതെല്ലാം നമ്മുടെ എണ്ണയിൽ കിടന്ന് നല്ല രീതിയിൽ വഴണ്ട് ഉള്ളി എല്ലാം നമ്മുടെ തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നല്ല അടിപൊളിയായിട്ട് വഴറ്റ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ബാക്കി പൊടികളെല്ലാം ചേർക്കാൻ പോയേനെ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മുടെ കണവയിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുള്ളൂ. ഇവിടെ 1.5 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. സ്പൂണല്ല, ടീസ്പൂണാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. അതിലേക്ക് 1.25 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കറി മസാലപ്പൊടി 1.5 ടീസ്പൂൺ കറി മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതെല്ലാം ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. ഈ മസാലയെല്ലാം നമ്മുടെ സവാളയിലൊക്കെ നല്ല രീതിയിൽ മൊത്തത്തിൽ മിക്സായി പിടിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ അതിലേക്ക് തട്ടിക്കൊടുക്കാം. ആ വെള്ളത്തോടെ തന്നെ തട്ടിക്കൊടുക്കാം. കാരണം നമ്മളിത് വേറെ വെള്ളം ചേർക്കുന്നില്ല. ഈ വെള്ളം ഇതിൽ കിടന്ന് വറ്റി വരണം. കണവ ഇട്ടതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല നമ്മുടെ മസാലയും കണവയും ചേർന്ന് മിക്സ് ആവണം. അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കി ജസ്റ്റ് ഒന്ന് തീ കൂട്ടി കൊടുക്കുക. നമ്മൾ മീഡിയം ഫ്ലെയിമിലല്ല ഓൾറെഡി ഇട്ടേക്കുന്നത്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് തീ ഒന്ന് ഹൈ ആക്കി കൊടുക്കാം. നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇവിടെ കണവ ആ വെള്ളം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കണവയുടെ വെള്ളം നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി പിന്നെയും കൊടുക്കുക. ഇനി ഇത് ഓട്ടോമാറ്റിക്കലി ഈ വെള്ളം അങ്ങ് വറ്റിക്കോളും. വറ്റി വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ അറിയുന്നത്. കാര്യം നമ്മളിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്, കണവക്കറിയല്ല. കുറേ നേരം ഇങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കണവയുടെ വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ അടിപൊളി കണവ റോസ്റ്റ് ഇവിടെ റെഡി ആവാറായിട്ടുണ്ട്. കുറച്ചുകൂടി നിങ്ങൾക്ക് ഇനിയും വറ്റിക്കണമെന്നുണ്ടെങ്കിൽ വറ്റിക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ഒരു പാകത്തിനാണ് എടുക്കുന്നത്. ഈ നല്ല ഒരു ബൗളിലേക്ക് വേവിച്ച് വെച്ചേക്കുന്ന കണവ റോസ്റ്റ് നമുക്ക് കടായിൽ നിന്ന് മാറ്റാം. ഇതിലേക്ക് സെർവ് ചെയ്യാം. ഇതാ നമ്മുടെ അടിപൊളി കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് അലങ്കാരകൃതമായിട്ട് നമുക്ക് ലേശം മല്ലിച്ചപ്പ് വെച്ച് കൊടുക്കാം.
മല്ലിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഓൾറെഡി അതിൽ മല്ലി ഇട്ട് കൊടുക്കാം, മല്ലിയില ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇടുന്നില്ല, പകരം അലങ്കാരമായിട്ട് മാത്രം ഇവിടെ മല്ലി വെച്ച് കൊടുക്കുന്നുണ്ട്. മല്ലി മീൻസ് മല്ലിച്ചപ്പ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ. അടുത്തൊരു വീഡിയോയിൽ പിന്നെയും കാണാം.